ഇനി നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ പറയേണ്ടത് ഈ ആധുനികതയുടെ ഒരു തുടർച്ചയെക്കുറിച്ചാണ്. ആധുനികതയുടെ തുടർച്ച എന്ന് പറയുന്നത് 70-കൾക്ക് ഇപ്പോൾ 60-കളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. നമ്മൾ 70-കൾക്ക് ശേഷമുള്ളൊരു കാലം പറയുമ്പം ഇപ്പോൾ NS മാധവൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ VP ശിവകുമാർ എന്ന് പറയുന്ന ഒരു ഈ നേരത്തെ പറഞ്ഞ ആളുകൾ, ഇന്നത്തെ CV ശ്രീരാമൻ്റെ ഒക്കെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, ഒക്കെ ഈ ഭാഗത്തൊക്കെ എഴുതിയിട്ടുള്ള ആളുകളാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ആ സമയത്തൊക്കെ ഉള്ള വിഷയങ്ങളും കഥകളൊക്കെ വന്നിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മൾ ഒരു കാറ്റഗറി സൗകര്യത്തിന് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാൽ ഈ കാലം ഓർക്കുക. അപ്പോൾ ശിവകുമാർ, NS മാധവൻ പോലുള്ള ആളുകൾ, അപ്പോൾ ഇവരെന്താ ചെയ്തത്? ആധുനികതയുടെ തന്നെ വക്താക്കളാണ് ഇവർ. പക്ഷേ ആധുനികതയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഇവർ ചാടുന്നു. അതിന് തുടർച്ച എന്ന് വേണമെങ്കിൽ അപ്പോൾ പറയാം. പക്ഷേ ചിലരൊക്കെ പറയുന്നത് അത് ആധുനികതയുടെ തുടർച്ചയല്ല, വിച്ഛേദമാണെന്ന് പറയുന്നുണ്ട്. ഈ ഉത്തരാധുനികതയുടെ തുടക്കത്തെപ്പറ്റി പറയുന്ന പോലെ തന്നെ ആധുനികതയ്ക്കൊരു പുതിയ തലം ഉണ്ടായി വരുന്നു ഇവരൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് മുമ്പേ നടക്കുന്നു ഇവരെന്ന് തന്നെ പറയാം. വരാനിരിക്കുന്ന ഒരു കാലത്തിലേക്ക് മുൻപേ എഴുതുക എന്നൊക്കെ പറയില്ല. അത്തരത്തിലുള്ളൊരു എഴുത്ത് രീതിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് NS മാധവനാവട്ടെ, ശിവകുമാറാവട്ടെ. ഇപ്പോൾ അതുകൊണ്ട് നമുക്കതിപ്പോൾ ആധുനികോത്തരത്തിലേക്ക് പതുക്കെ പ്രവേശിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഇവരെ പറയാം, ഒരർത്ഥത്തിൽ പറയാം. അത് നമുക്ക് വേറെ ആ ക്ലാസ്സിൽ ആ വിഷയം കുറച്ചുകൂടി പറയാം. പൊതുവെ കുറച്ചുകൂടി ആന്തരിക യാഥാർത്ഥ്യങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ എഴുത്തുകാരെ കുറിച്ച് പറയാം. അത് ഈ പറഞ്ഞ പോലെ യുക്തിപരമായ കാര്യകാരണ ബന്ധങ്ങളൊന്നും കഥയിൽ അത്ര ആവാത്തൊരു കാലമാണിത്. ഒരുപക്ഷെ ആധുനികതയുടെ തുടർച്ചയോ വിച്ഛേദമോ ഒക്കെ ആയി തോന്നാവുന്നതും വ്യാഖ്യാനിക്കാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക തരം എഴുത്ത് രീതികൾ പ്രമേയത്തിലും രൂപത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ ആളുകളല്ല. ഇപ്പോൾ ശിവകുമാർ അതിലൊരു പ്രധാനപ്പെട്ട പേരാണ് അല്ലെ. തിരുവിതാംകൂർ കഥകൾ എന്നൊക്കെ നമ്മൾ ചോദ്യപേപ്പറിൽ മിക്കവാറും കാണാമല്ലോ. അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൻ്റെ പേരാണ് തിരുവിതാംകൂർ കഥകൾ. ഒറ്റ എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ള, കരയോഗം എഴുതിയിട്ടുള്ള, അതൊക്കെ സമാഹാരങ്ങളും കൂടിയാണ്. ഒറ്റ ഇതിൻ്റെ കഥകൾ ധാരാളമുണ്ട്. കുളി, പ്രതിഷ്ഠ, ഗാന്ധർവം, മന്ത്, ആറാം തന്ത്രം, അമ്മ വന്നു. ശിവകുമാർ ഒരു പ്രത്യേക ഒരു ഒറ്റയാനാണെന്നൊക്കെ മിക്കവാറും ആളുകൾ പറയാറുണ്ട്. എഴുത്തിൻ്റെയൊക്കെ കാര്യത്തിൽ നവീനതയിലേക്കുള്ളൊരു മാറ്റം ശിവകുമാർ കൊണ്ടുവന്നു എന്ന നിലയ്ക്കുള്ള നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉപന്യാസ ഘടന, വിശകലനാത്മകത, ഇതെല്ലാം ഈ ശിവകുമാറിൻ്റെ കഥകളുടെ പ്രത്യേകതയായിട്ട് പറയാറുണ്ട്. അന്യാപദേശത്തിൻ്റെയും പുരാവൃത്തത്തിൻ്റെയും സാധ്യതകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ശിവകുമാർ എന്ന് പഠിക്കപ്പെട്ടിട്ടുണ്ട്. ശിവകുമാറിൻ്റെ പേര് ഓർക്കണം. പിന്നെ SP വേണുഗോപാൽ നായരുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. SP ഒരു പ്രധാനപ്പെട്ട പേരാണ്. എരുമ, സ്ത്രീപർവം നവം, അടുക്കളയിൽ നിന്ന്, ആദിശേഷൻ എന്നൊക്കെ പറയുന്ന കഥകൾ ധാരാളം, ഒരുപാട് കഥകളുണ്ട്. ഞാൻ 1-2 പേരുകൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്. ചില ആളുകളുടെയെങ്കിലും അങ്ങനെ പറയണ്ടേന്ന് വിചാരിച്ചിട്ട്. NS മാധവൻ കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളൊരു പേരാണ്. പിന്നീട് ആ കൂട്ടത്തിൽ ശിശുവാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഒരുപക്ഷെ പ്രമേയത്തേക്കാൾ രചനാ കൗശലത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു എഴുത്തുകാരനാണ് NS മാധവൻ എന്ന് പറയാം. പര്യായ കഥകളിലൂടെയൊക്കെ ശ്രദ്ധേയനായിട്ട്, ഈ പര്യായം പറഞ്ഞ സാധനങ്ങൾ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് അതിനൊക്കെ വേറെ രീതിയിൽ പാരഡിന്നോ പാസ്റ്റിഷോ എന്നൊക്കെ പറയാവുന്ന അതിൻ്റെ തന്നെ ചില മാറ്റങ്ങളോട് കൂടിയുള്ള പ്രയോഗങ്ങൾ പിന്നീട് കഥയിൽ സജീവമാവുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ അത് പറയാം. അങ്ങനെ ധാരാളം കഥകൾ തന്നിട്ടുള്ളൊരു കക്ഷിയാണ്. ചൂളൈമേട്ടിലെ ശവങ്ങൾ, ഹിഗ്വിറ്റ, മുംബൈ, തിരുത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിലുണ്ടായിട്ടുള്ള കഥ. സുഹ്റയ്ക്ക് തലക്കെട്ട് എഴുതേണ്ടി വരുന്നു അല്ലേ, തർക്കമന്ദിരം എന്ന് എഴുതേണ്ടി വരുന്നു. സുഹ്റയുടെ സ്വത്തും മുസ്ലിം സ്വത്തും ആയതുകൊണ്ട് അവിടെ വളരെ നിർണായകമായിട്ടാണ് ഈ ആമ എന്ന് വിളിക്കപ്പെടുന്ന ചുല്ലിയാറ്റ് കയറി വന്നിട്ട്, ആരാണ് ഈ തലക്കെട്ടിട്ടത്, ഇതിട്ടയാൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിട്ടയാൾ നാളെ മുതൽ ഈ ഓഫീസിലുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഗംഭീരമായിട്ട് സീനാന്ന് ആലോചിച്ചത് ആ കഥ. അപ്പോഴാണ് സുഹ്റയാണെന്ന് അറിയുന്നത്. അപ്പോൾ സുഹ്റയുടെ നെറുകയിൽ ഇങ്ങനെ ഒന്ന് തൊടുന്നു. എന്നിട്ട് പേന എടുത്തിട്ട്, നീലമഷി എഡിറ്റർമാരുടെ പേനയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെട്ടിയിട്ട് അവിടെ ബാബറി മസ്ജിദ് എന്ന് എഴുതി ചേർക്കാൻ തർക്കമന്ദിരം മാറ്റിയിട്ട്, അത് അസാധ്യമായിട്ടുള്ളൊരു കഥയാണ് തിരുത്ത്. പിന്നെ 4-ാം ലോകം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള വേറൊരു കഥയാണ്. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുന്ന കഥ, അതൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവും അല്ലേ? സിസ്റ്റർ അഗതയും അമർജിത്തും ഒക്കെയുള്ള അതിഗംഭീരമായിട്ടുള്ള കഥകൾ. അങ്ങനെ ധാരാളം കഥകൾ. അതുപോലെ സ്ത്രീകളെ വളരെ സവിശേഷ സ്ഥാനത്ത് നിർത്തുന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ മിക്കതും എന്ന് പറയാം. നോവൽ എഴുതിയപ്പോഴും അത് കണ്ടു നമ്മൾ, എന്തൻ ബത്തേരിയ വന്നപ്പോഴൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. അതാണ് NS മാധവൻ. കാർമൻ, അതുപോലെ പര്യായ കഥകൾ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട്. മഞ്ഞപ്പതിറ്റടി, ശേഷം, പിന്നെ ഭയങ്കര രസമുള്ള കഥയാണ് ശേഷമൊക്കെ, നിങ്ങൾ വായിക്കേണ്ട കഥയാണെന്ന് തോന്നുന്നു.
മണ്ടോദരി എന്നാണ് അത്, ഒരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പോൾ അത് ഈ രാമായണത്തിൻ്റെ മറ്റൊരു തരം ഒരു പര്യായം വേണമെങ്കിൽ പറയാം. രാമൻ റൈമോൺ ആവുന്നതും സീത സീറ്റ ആവുന്നതും റാഫേൽ, മാൻഡി എന്നൊക്കെ പറഞ്ഞുള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്ന ഭയങ്കര രസമാണ്. കിച്ചിന എന്ന് പറഞ്ഞ റോഡ് കഥ എഴുതിയിട്ടുള്ള ആളാണ്. അല്ലെ, കിച്ചിന ഒരു റോഡ് കഥ ഓർമ്മയുണ്ട് ആ വർക്ക്. കപ്പിത്താൻ്റെ മകൾ എന്ന് പറയുന്ന വർക്ക്, കാണി എന്ന് പറയുന്ന, ഈ പുലാപ്പേടി എന്ന് പറയുന്ന വർക്ക്, ഇങ്ങനെ ധാരാളം വർക്കുകൾ തന്നിട്ടുള്ളൊരു കക്ഷിയാണ് NS മാധവൻ. ഇപ്പോഴും ഉണ്ട്, കഥകളുടെ എണ്ണം കുറവാണ് എന്നേ ഉള്ളൂ. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ഭീമച്ചനൊക്കെ നമ്മൾ നീണ്ട കഥ വായിച്ചുവല്ലോ. വളരെ സജീവമായിട്ടുള്ളൊരു ഗംഭീര കക്ഷിയാണ് NS മാധവൻ. പിന്നെ CV ബാലകൃഷ്ണൻ അടുത്തൊരു പേര്. കുറച്ചും കൂടെ നമ്മൾ പുതിയ ആളുകളിലേക്ക് എത്തുകയാണ്. കുളിര്, ഭവഭയം, കളിപ്പാട്ടങ്ങൾ എവിടെ സൂക്ഷിക്കും കഥ, ഒഴിയാബാധ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, അവൾ, ദൈവത്തിൻ്റെ ഭാഷ, രഹസ്യ ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ തന്നിട്ടുള്ള CV നമുക്ക് നോവൽ എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയിൽ പിന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കാം. N പ്രഭാകരൻ വേറൊരു അസാധ്യ കക്ഷിയാണ്. ഇവരൊക്കെ ഒരു 50കളിൽ ജനിച്ച മനുഷ്യന്മാരാണ്. ഇവരൊക്കെ 50കൾക്ക് തൊട്ട് പിന്നാലെയൊക്കെ ജനിച്ച. പ്രഭാകരൻ 52ലാണ് ജനിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ചിലരുടെയെങ്കിലും കാലം ഓർക്കുന്നത് ഞാൻ ഇങ്ങനെ ആ ഒരു ഗണം നിങ്ങൾക്ക് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. N പ്രഭാകരൻ, മറുപിറവി, മായാമയൻ ഒക്കെ എഴുതിയിട്ടുള്ള, ഒറ്റയാൻ്റെ പാപ്പാൻ, കിടപ്പറ രഹസ്യം, കാമസൂത്രം, മരണക്കിണർ, കടലിൻ്റെ മണം, മനസ്സു പോകുന്ന വഴിയെ, ഒരുപാട്, ഏഴിനും മീതെ അല്ലേ, ധാരാളം കഥകൾ തന്നിട്ടുള്ള, ഒരുപക്ഷെ സമൂഹ മനസ്സിലേക്കുള്ള കഥായാനങ്ങൾ എന്നാണ് പ്രഭാകരൻ്റെ കഥകളെ പറ്റി പൊതുവെ പറയാറുള്ളത്. വളരെ രാഷ്ട്രീയ ബോധമുള്ള കഥകളാണെങ്കിലും അതൊക്കെ ഒരു സന്ദേഹത്തിൻ്റേതായിട്ട് മാറുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് കാണാം. പൊതുബോധത്തോട് കലഹിച്ച് ഭ്രാന്തരാകുന്ന കഥാപാത്രങ്ങളെ ധാരാളമായിട്ട് പ്രഭാകരൻ മാഷിൻ്റെ കഥകളിൽ കാണാം. ഇങ്ങനെ വലിയൊരു കക്ഷിയാണ് N പ്രഭാകരൻ, അങ്ങനെ ഓർക്കേണ്ടതുണ്ട്. ഹരികുമാർ ഓർക്കണം. ശിവപാർവതിയുടെ പാദം, അങ്ങനെയുള്ള കഥകളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, ദിനോസറിൻ്റെ കുട്ടി ഒക്കെ ചെയ്തിട്ടുള്ള, കൂറകളൊക്കെ ചെയ്തിട്ടുള്ള, പച്ചപ്പയ്യനെ പിടിക്കാൻ ഒക്കെ ചെയ്തിട്ടുള്ള, അങ്ങനെ വേറൊരു കക്ഷിയുണ്ട്. UK കുമാരൻ വേറൊരു ഗംഭീരമായ കക്ഷിയാണ്. അച്ഛൻ ഉറങ്ങുന്നില്ല, ഒരാളെ തേടി ഒരാൾ, പാവം കള്ളൻ, പുതിയ ഇരിപ്പിടങ്ങൾ, എല്ലാം കാണുന്ന ഞാൻ, ഓരോ വിളിയും കാത്ത്, ഇതൊക്കെ സമാഹാരങ്ങളും കൂടിയാണ് ഈ പേരുകളൊക്കെ. ഇങ്ങനെ കുറേ കഥകൾ തന്നിട്ടുള്ള ഒരാളാണ് UK കുമാരൻ. കുടുംബപുരാണം പോലെ. പിന്നെ നോവലും, അപ്പോൾ നമുക്ക് ആ നോവലിൽ വേറെ അത് പറയാം. പിന്നെ ചില പേരുകൾ, സാറാ ജോസഫ് അല്ലേ, പാപത്തറയൊക്കെ തന്നിട്ടുള്ള, കാടിത് കണ്ടായോ ഒക്കെ തന്നിട്ടുള്ള, ഒരു പക്ഷേ ചാവുനിലം, ഈ മുടിത്തെയ്യം ഉറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ദാമ്പത്യം, സ്കൂട്ടർ, ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും. എന്താ ആ കഥയുടെയൊക്കെ ഒരു ഹൈറ്റ് എന്താ! നമ്മുടെ ഒരു ഫെമിനിസ്റ്റ് കഥാ പരിസരത്തിന് ഒരു വലിയ കൊടിക്കൂറയാണ് അല്ലേ. അവളങ്ങ് ഇറങ്ങി നടക്കുന്നു മേബിളമ്മയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ ഭാവനാപരമായിട്ടുള്ള ആ മേബിളമ്മയുടെ വീട്ടിലേക്കുള്ള നടത്തം ആലോചിച്ച് നോക്കും. ഇങ്ങനെ അവളുടെ മുടിയിഴകൾ ആകാശം തൊട്ടു, അവളുടെ പാവാട ഭൂമി പൊതിഞ്ഞു എന്നൊക്കെ പറയുന്ന അതിശക്തമായിട്ടുള്ള തായ്കുലം, അതിഗംഭീരമായിട്ടുള്ള കുറേ വർക്കുകൾ തന്നിട്ടുള്ള ഒരാളാണ് സാർ ജോസഫ്. നോവലിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് അവിടെ പറയാം. ഒരുപക്ഷെ റാഡിക്കൽ ഫെമിനിസമാണ് ഈ പറഞ്ഞ പോലെ സാറാ ജോസഫിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയാം. റാഡിക്കൽ ഫെമിനിസവും തമ്മിലുള്ള വളരെ റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന, അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു ചിന്താധാരയാണ്. പിന്നെ സീതയെ കേന്ദ്രമാക്കിയിട്ടുള്ള കഥയാണ് അശോക. പിന്നെ ഈ രാമായണ കഥകളുണ്ട്. അങ്ങനൊരു ഗണമൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഈ രാമായണ കഥകൾ മാത്രം വെച്ചുകൊണ്ട്, സാറാ ജോസഫിനെ വെച്ചുകൊണ്ട് കാര്യം കാരണമോ അല്ലാതെയോ ഈ പറഞ്ഞ പോലെ ചേരുംപടി പോലത്തെയൊക്കെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. തായ്കുലം, കറുത്ത തുളകൾ, കഥയിലില്ലാത്തത്, കാന്താരതാരകം, ഭൂമി രാക്ഷസം, ഇങ്ങനെ കുറേ കഥകൾ ഈ പറഞ്ഞ രാമായണം ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുണ്ട് സാറാ ജോസഫ്. അതൊന്നും ഓർത്ത് ശ്രദ്ധിച്ചു പോണേ. മറ്റൊരാളുടെ പേര് ഗ്രേസിയാണ്. പടിയിറങ്ങിപ്പോയ പാർവതിയും, അതുപോലെ നരകവാതിലും, ഭ്രാന്തൻ പൂക്കളും, 2 സ്വപ്നദർശികളും, വഴിക്കണ്ണും ഒക്കെ തന്നിട്ടുള്ള ഗൗളി ജന്മമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഭ്രാന്ത്, ഗ്രേസിക്കും ഉണ്ട് ഒരു ഭ്രാന്ത് എന്നുള്ള കഥ. ഇപ്പോൾ 4ാമത്തെ ആളായി അല്ലേ. ഭിന്നസംഖ്യ എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കുറേ, വേനലിൽ വീണ ഒരു മഴത്തുള്ളി, പ്രവാസിയുടെ ജനനം, ഇതൊക്കെ തന്നിട്ടുള്ള ഗ്രേസി എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരിയുണ്ട്. നമുക്ക് ചന്ദ്രമതിയുണ്ട്, ദേവിഗ്രാമം, അതുപോലെ ഗ്രാമയക്ഷി, ആത്മാവിൻ്റെ വരവ്, ആര്യാവർത്തനം, റെയിൻഡിയർ, സ്വയം സ്വന്തം, വൈവാഹികം, ദൈവം സ്വർഗത്തിൽ, ഇങ്ങനെ ഒരുപാട് കഥകൾ തന്നിട്ടുള്ള ചന്ദ്രമതിയുണ്ട്. നമുക്ക് കുറേ പേരുകളുണ്ട്. ഞാൻ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ട്. മേതിൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയ പേരുണ്ട് അല്ലേ. ഒരു പക്ഷേ ഒരു പരിസ്ഥിതി ബോധത്തിൻ്റെ കഥാകാരൻ എന്നൊക്കെ പറയുന്ന
മേതിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അതിഗംഭീരനായിട്ടുള്ള കവിതയും കഥയും നോവലൊക്കെ ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട്. ഡിലൻ തോമസിൻ്റെ പന്ത് എന്ന് പറയുന്ന വളരെ രസമുള്ള ഒരു വർക്ക്, ഹിച്ച്കോക്കിൻ്റെ ഇടപെടൽ, നായകന്മാർ ശവപേടകത്തിൽ, സംഗീതം ഒരു സമയകലയാണ്. മേതിലിൻ്റെ പേരുകളൊക്കെ വളരെ രസമുള്ള ടൈറ്റിലുകളും. മേതിൽ ഭാഷയ്ക്കകത്താണല്ലോ മേതിൽ ഭാഷ. വിമതം, കപ്യാർ ബധിരനായിരിക്കണം, എങ്ങനെ ഒരു പഴുതാരയെ കൊല്ലാം, പുല്ലിനെ തൃണവൽക്കരിക്കരുത്, പിന്നെ ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ പ്രേമഗാനം. ഈ ഹിച്ച്കോക്ക് ഭയങ്കര ആവർത്തിച്ച് വരുന്നൊരു രസമുള്ളൊരു, പ്രാതലിനൊരു കൂണ്, യക്ഷിയുടെ ചൂല്, തൂങ്ങിക്കിടക്കുന്ന റിസീവർ. എന്തൊരു മെറ്റഫറാന്ന് ആലോചിച്ചു. ജിറാഫുകൾ കഴുത്തു നീട്ടുമ്പോൾ, ഇങ്ങനെ കുറേ കഥകൾ തന്നിട്ടുള്ളൊരു ഗംഭീര കക്ഷിയാണ് മേതിലിനെ ഓർക്കണം. PK പാറക്കടവ് നമുക്കറിയാം, അങ്ങനെ ചെറുതും വളരെ മിന്നൽ കഥകൾ എന്നൊക്കെ പറയാവുന്ന വളരെ ഷോർട്ടായിട്ടുള്ളതും പവർഫുള്ളായിട്ടുള്ളതുമായിട്ടുള്ള കഥകൾ. വിധി, വാസ്കോഡഗാമ തിരിച്ചു പോകുന്നു, അത് മിക്കവാറും സിലബസിലൊക്കെ വരാറുള്ളൊരു കഥയാണ്. നരകത്തിലെ വിറക്, ഞാൻ നിരപരാധിയാണ്, ഭൂമി വാതുക്കൽ, അങ്ങനെ ഗോർഫുഖാൻ കുന്നുകൾ, ഇങ്ങനെ കുറേ വർക്കുകൾ തന്നിട്ടുള്ള ഒരാളാണ് PK പാറക്കടവ്. TV കൊച്ചുവാവ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. നമ്മൾ ബുദ്ധസദനമൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരുമായിരിക്കുമെങ്കിലും അത് മറ്റൊരു ഘട്ടത്തിൽ, നോവലിൻ്റെ ഘട്ടത്തിൽ പറയാം. രഹസ്യങ്ങളില്ലാത്തൊരു ജീവിതം കഥയാവുന്നതാണ് കൊച്ചുവാവയുടെ ഒരു പവർഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ബംഗ്ലാവ് പോലത്തെ ഒരു കഥയൊക്കെ നടത്തും. ഏത് കാലത്തെ അദ്ദേഹം എന്ത് തരത്തിലാണ് നമ്മളെ വരച്ചിടുന്നത് നോക്കുക. കാള എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ, കാകളി, ഗൃഹപാഠം, ഒന്നങ്ങനെ ഒന്നിങ്ങനെ, കിണറുകൾ, വീടിപ്പോൾ നിശബ്ദമാണ്, വില്ലന്മാർ സംസാരിക്കുമ്പോൾ ഒന്നും മറക്കുന്നില്ല, അടുക്കള, ഇങ്ങനെ ധാരാളം കഥകൾ തന്നിട്ടുള്ളൊരു എഴുത്തുകാരനാണ് TV കൊച്ചുവാവ. 80കൾക്ക് ശേഷം ഉള്ള ആളാണ്, അതൊക്കെ ഓർത്തു വയ്ക്കാം. പിന്നെ P. സുരേന്ദ്രൻ, ഇപ്പോൾ ഒരുപക്ഷെ പരിസ്ഥിതിയോടും ഒക്കെ വളരെ അടുത്ത് നിൽക്കുന്നൊരു ഹരിത വിദ്യാലയം പോലെ, ബർമുഡ പോലെ, കറുത്ത പ്രാർത്ഥനകൾ പോലെ, ചൈനീസ് മാർക്കറ്റ് പോലെ, ഭ്രാന്തൻ കയറ്റവും ഭ്രാന്തൻ ഇറക്കും, അതാണ്. രവിയുടെ ഇതിഹാസാനന്തര ജീവിതം പോലെ, നീലക്കുതിരയുടെ മനസ്സ് പോലെ ധാരാളം കഥകൾ തന്നിട്ടുള്ള ഒരു കക്ഷിയാണ് P. സുരേന്ദ്രൻ. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഒരു പേര് അങ്ങനെ ഓർക്കേണ്ടതുണ്ട്. ആർക്കും വേണ്ടാത്ത ഒരു കണ്ണ്, തല, അറവ് മൃഗം, ഈർച്ച, മഞ്ഞുകാലം, കത്തുന്ന തലയിണ, മലബാർ എക്സ്പ്രസ്, മതഭ്രാന്തൻ, ഒരു പാട്ടിൻ്റെ ദൂരം, രണ്ട് ഇളയപ്പമാർ പക്ഷേ സിലബസിലുള്ളതുകൊണ്ട് കുറച്ചും കൂടെ പരിചയം ഉണ്ടാവും. കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞേ എന്നൊക്കെ പറയുന്ന, ഈ കോഴിയെ വളർത്തുന്ന ഒരു ഉമ്മയുടെ കഥ പറയുന്ന വർക്ക്, ഇങ്ങനെ കുറേ വർക്കുകൾ തന്നിട്ടുള്ള വളരെ ഗംഭീരനായ ഒരു എഴുത്തുകാരനാണ് ശിഹാബുദ്ദീൻ. പിന്നെ അഷിത ഉണ്ട് നമുക്ക്. അഷിത ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. ചില സൗന്ദര്യ പ്രശ്നങ്ങൾ, ചാറൽ മഴ. അഷിതയും ഈ പാറക്കടവിനെ പോലെയൊക്കെ ഷോർട്ടായിട്ടുള്ള വലിയ വാക്യത്തിൽ കഥ എഴുതുന്ന, ഒരുപക്ഷെ ഒറ്റ വലിയ വാക്യത്തിൽ തന്നെ ഒരു കഥ തീർക്കാൻ ശ്രമിക്കുന്ന അത്രയൊക്കെ പവർഫുള്ളായിട്ടുള്ള എഴുത്തുകാരി. 2 തലമുറകൾ, ചതുരംഗം, കല്ലുവെച്ച നുണകൾ, അത് ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അമ്മ എന്നോട് പറഞ്ഞ നുണകളും പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ സിലബസിലുള്ള കഥകളെ മിക്കവാറും. യാദൃച്ഛികം, തീർത്തും യാദൃച്ഛികം എന്ന് പറയുന്ന വർക്ക്. അപൂർണ വിരാമങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. വിസ്മയ ചിഹ്നങ്ങൾ ഒരു വർക്കാണ്. അഷിതയെ ഓർക്കണം. അതുപോലെ EP സുഷമ വേണം. കഥയില്ലായ്മകൾ, ആത്മഹത്യ, പിന്നെ ആത്മഹത്യയല്ല, ആദിനാരായണൻ്റെ ആത്മഹത്യ, വസുന്ധര എന്നൊക്കെ പറയുന്ന കഥകൾ വന്നിട്ടുള്ള. 64ലാണ് സുഷമയൊക്കെ ജനിക്കുന്നത്. കുറച്ചും കൂടെ ഇങ്ങനെ കാലം നീങ്ങി വരുന്നു. BS സുഹറ, ഭ്രാന്തും, ചോയിച്ചിയും, കുഹുവും, ഇസ്രായേലൊക്കെ എഴുതിയിട്ടുള്ള BM സുഹറ എന്ന് പറഞ്ഞിട്ടൊരു വലിയ എഴുത്തുകാരി നമുക്കുണ്ട്. KP നിർമ്മൽകുമാറുണ്ട്. KP നിർമ്മൽകുമാർ കുറച്ച് പിന്നിൽ പറയേണ്ട പേരാണ്. മേതിലിനെ പോലെ ഒരുപക്ഷെ ഈ വലിയ ചർച്ച ചെയ്യുന്നൊരു പേരുകൾ, സീരിയസ് വായനക്കാരുടെ ഇടയിൽ ഉത്തരാധുനികതയുടെ ശരിയായ വക്താവാണെന്നൊക്കെ പൊതുവെ KPയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേലക്കരയുടെ അതീത സ്വപ്നങ്ങൾ, ജലം, ഒരു സംഘം അഭയാർത്ഥികൾ, കൃഷ്ണഗന്ധകജ്വാലകൾ എന്നൊക്കെ പറയുന്ന വർക്കുകൾ തന്നിട്ടുള്ള KP നിർമ്മൽകുമാർ. ഇതിലൊക്കെ ശരിക്കും ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ ഒരാളെ KPയെ പറ്റി പറയാൻ തന്നെ വേണമെങ്കിൽ ഒരു ക്ലാസ് വേണം. പക്ഷേ ഞാൻ ഇവിടെ അതൊന്നും നമുക്ക് നടക്കാത്തതുകൊണ്ട് ഇങ്ങനെ അതിവേഗത്തിൽ ചില ആളുകളെ പറ്റി പറഞ്ഞു പോവുകയും ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അവരുടെ കാലത്തെ കുറച്ചുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. എല്ലാം നമുക്കിങ്ങനെ കാലത്തെ പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ പിടിക്കാൻ പറ്റില്ല. കാരണം ഒരു കാലത്ത് എഴുതി തുടങ്ങിയ ആളുകൾ ഭാവത്വമൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത കാലത്തേക്ക് ചാടുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പല എഴുത്തുകാരും അങ്ങനെയല്ലേ. ഇപ്പോൾ മുകുന്ദൻ എവിടുന്ന് തുടങ്ങിയ ആളാണ് ഇപ്പോഴും എഴുതുന്നില്ലേ. സക്കറിയ, അങ്ങനെ പല മനുഷ്യന്മാരും ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അവരുടെ
കഥകളുടെ ഒരു സ്വഭാവം അവരുടെ അത് ഏതൊക്കെ പ്രസ്ഥാനങ്ങളിലാണ് അവരുള്ളതെന്നും ഏതൊക്കെ കാലത്താണ് അവരുള്ളതെന്നും മനസ്സിലാക്കണ്ടേ. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്കത് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഈ ആധുനിക മലയാള കഥയെക്കുറിച്ച് പറയാം. 90കൾക്ക് ശേഷമുള്ള കഥയെപ്പറ്റി പറയാം.